ഹായ് ഹലോ, എൻ്റെ പേര് ന്യൂബിൻ. ഞാനൊരു ആക്ടറാണ്. ഞാൻ നേരത്തെ എൻ്റെ ഹെയർ ലൈൻ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്ഫർ സഫാരി. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ആക്ടർ നൂബിൻ ജോണി. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഹെയർ ലൈനിൻ്റെ ഒൻസ് നടന്ന സർജറി. അദ്ദേഹം വേറൊരു പ്രമുഖ ക്ലിനിക്കിൽ സർജറി ചെയ്ത ആളായിരുന്നു. അദ്ദേഹത്തിന് റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് കിട്ടിയതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പ്രോബ്ലമിനെ വിതൗട്ട് ട്രിം കറക്ഷൻ ചെയ്തു. അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എന്നാൽ വെൽക്കം ടു ദ വീഡിയോ. നൂബിനെ നിങ്ങൾക്കറിയാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വൈഫ് വളരെ ആക്റ്റീവാണ് സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹത്തിൻ്റെ വൈഫിന് എന്താ നിങ്ങൾക്കറിയാം, ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അതേപോലെ ഒരുപാട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. സാജൻ സൂര്യയുടെ പേരായിട്ട് അഭിനയിച്ച സീരിയൽ വളരെ ഫേമസ് ആയിരുന്നു. ഓക്കെ, അതേപോലെ നൂബിൻ ആഡ് ചെയ്യുന്നു, ഒരുപാട് സീരിയൽ അഭിനയിക്കുന്നു. വെരി യങ് ടാലൻ്റാണ്. സോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോബ്ലം എന്നുള്ളത്, അദ്ദേഹം സർജറി ചെയ്യുന്നതിന് മുമ്പ്, അതായത് ബിഫോർ സർജറി, ഫസ്റ്റ് സർജറിക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ ജസ്റ്റ് കാണിക്കുക, ഹെയർ ലൈൻ കൺട്രോൾ ചെയ്ത ഇത് ജസ്റ്റ് നോക്കി അതിന് ഹെയർ ലൈനൊക്കെ ചെയ്തു. ഹെയർ ലൈൻ ആയിരുന്നു പ്രോബ്ലം. പക്ഷേ അദ്ദേഹം ഞാൻ സർജറി ക്ലിനിക്കിൽ വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. പക്ഷേ ആ സമയത്ത് പുള്ളിക്ക് ഡേറ്റ് കിട്ടിയില്ല, തിരക്കായിരുന്നു. അങ്ങനെ വേറൊരു ക്ലിനിക്കിൽ ഒരു സർജറി ചെയ്തു. സർജറി ചെയ്ത് റിസൾട്ട്സൊക്കെ വന്നു. റിസൾട്ട്സ് വന്നില്ല എന്നൊന്നുമില്ല. റിസൾട്ട്സ് വന്നത് ഇങ്ങനെയാണ്, നോക്കി. അതിന് പ്രോബ്ലം കാണുന്ന വെച്ചാൽ ചില പോർഷൻസിൽ ഒരു ആംഗുലേഷൻ്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. സ്ലിറ്റിങ് ചെയ്യുമ്പോൾ വരുന്ന പ്രോബ്ലമാണ്. അതേപോലെ തന്നെ ഇച്ചിരി ഡെൻസിറ്റി കുറവുണ്ട്. സോ ഈസ് വെരി മച്ച് ഡിസപ്പോയിൻറ്റഡ് ഇൻ ദാറ്റ്. ബിക്കോസ് ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ അവർക്ക് അണ്ടർ ലൈറ്റായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യാം. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഹെവി ആയിട്ടുള്ള ഡെൻസിറ്റി മസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഏരിയ കൂടുതലായിട്ട് വിസിബിലിറ്റി വരും. സോ അവരെന്ത് ചെയ്യും വെച്ചാൽ കൂടുതൽ ആൾക്കാർ ഹെയർ ഫൈബർ ഇട്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഇദ്ദേഹത്തിന് ഹെയർ ഫൈബർ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര നല്ലൊരു കാര്യമില്ല. കാരണം ഹെയർ ലൈനിലും വളരെ ടഫാണ്. മിഡിലൊക്കെയാണ് ആൾക്കാർ ഹെയർ ഫൈബർ ഇടാറുണ്ട്. പക്ഷേ ഇവിടെ ഇടുക എന്നുള്ളത് അത് പ്രോബ്ലമാറ്റിക്കാണ്. സോ അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും ഒന്ന് കറക്ഷൻ ചെയ്യാൻ തീരുമാനിച്ചു. സോ ഹീ സെലക്റ്റഡ് ഡോക്ടർ ഗജാനൻ ജാദവ്. എൻ്റെ സർജറി ചെയ്ത ഡോക്ടറാണ് പുള്ളി സെലക്ട് ചെയ്തത്. കാരണം വെച്ചാൽ ഇത് ജാദവ് സാറിനോടെ പറ്റുള്ളൂ. ഹീ ഈസ് ഡൺ സോ മെനി ട്രെമെൻഡസ് വർക്ക് ലൈക്ക് ദിസ്. നിങ്ങൾക്കറിയാം, ആക്ടർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കേസ് എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ വിഷ്ണു കോൺടാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. നോക്കിയാൽ, അതായത് 2 പ്രാവശ്യം ഒരു സ്ഥലത്ത് സർജറി ചെയ്തിട്ട് ഫെയിലാക്കി കൊടുത്തു. ഒരു ആക്ച്വലി ആക്ടർമാരെ സർജറി ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവർ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയേ തീരും. വിഷ്ണു ഉണ്ണികൃഷ്ണന് രണ്ടാമത്, അതായത് വീണ്ടും കറക്ഷൻ ചെയ്യാൻ 3ാമത് സർജറിയാണ് കറക്ഷൻ ചെയ്തത്. 3ാമത് സർജറി ചെയ്ത് ഇങ്ങനെ റിസൾട്ട് കിട്ടി. വീണ്ടും, അതായത് ഹെയർ ലൈൻ ഒന്നുകൂടെ ഇറക്കി 4ാമത് സർജറി ചെയ്തും ഇപ്പോൾ വിഷ്ണുവിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. സോ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നൂബിനെ ജാദവ് സാറിനെ സെലക്ട് ചെയ്തത്. സോ അദ്ദേഹം സർജറി ചെയ്തു. ഒരു പ്രോബ്ലം എന്നുള്ളത്, അദ്ദേഹം ഇപ്പോൾ ഒരുപാട് സീരിയൽ അഭിനയിക്കുന്നുണ്ട്, ആഡ് റൺസ് ചെയ്യാൻ ഒരുപാട് ഷൂട്ടിംഗ് തിരക്കിലാണ്. സോ ട്രിം ചെയ്യാൻ പറ്റില്ല. മൊത്തം ഹെഡ് ട്രിം ചെയ്ത് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒരിക്കലും ചിന്തിക്കാനേ പറ്റില്ല. സോ അങ്ങനത്തെ കേസിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, നമ്മുടെ തലയുടെ ഡോണർ ഏരിയയിൽ എവിടെയാണോ നമ്മൾ ഗ്രാഫ്റ്റ് എടുക്കുക, ആ ഗ്രാഫ്റ്റിൽ ചെറിയ ബോക്സ് പോലെ നമ്മൾ ട്രിം ചെയ്തിട്ട് അവിടുന്ന് ഗ്രാഫ്റ്റുകൾ എടുത്തിട്ട് മുകളിലും താഴത്തെ ഹെയർ ഒന്ന് കവർ ചെയ്യും. ഒരിക്കലും സർജറി ചെയ്ത ഫീൽ ഡോണർ ഏരിയയിൽ വരില്ല. അതേപോലെ ഈ ഏരിയയിൽ ജസ്റ്റ് ട്രിം ചെയ്യാതെ തന്നെ ഗ്രാഫ്റ്റുകളെ ഗ്യാപ്പ് ഫില്ലിങ് ചെയ്ത് കൊടുത്തു. ഇതാണ് ആ ഫോട്ടോസ്. സോ ഇപ്പോൾ സർജറി ചെയ്തിട്ട് ഏകദേശം 10 days ഒക്കെ കഴിഞ്ഞു. എന്തായാലും നൂബിൻ ജോണിയുടെ റിസൾട്ട് എങ്ങനെയാണെങ്കിൽ നമുക്ക് 1 year കഴിഞ്ഞ് റിസൾട്ട് നോക്കാം. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോവർ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളും എങ്ങനെ റിസൾട്ട് വരും നമുക്ക് നോക്കാം. എന്തായാലും ഹെയർ ലൈൻ കറക്ഷൻ എന്നുള്ളത് വെരി ടഫ് ജോബാണ്. ഫസ്റ്റ് സർജറി ഈസ് ദ ബെസ്റ്റ് സർജറി ആയിരിക്കണം. നമ്മളെപ്പോഴും ഹെയർ ലൈൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ടഫ് ജോബാണ്. നാച്ചുറലായിട്ട് ഹെയർ ലൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാറുണ്ട്. സോ അതുകൊണ്ട് ഹെയർ ലൈൻ ചെയ്യിപ്പിക്കുമ്പോൾ നല്ല ശ്രദ്ധയോടെ ചെയ്യുക. എസ്പെഷ്യലി സഫയർ പോലത്തെ സ്റ്റോൺ കൊണ്ട് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഫിനിഷിംഗ് ആയിട്ട് കിട്ടുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹെയർ ട്രാൻസ്ഫർ സഫാരി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്, ഫോളോ ചെയ്യുക. ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം 6 വർഷവും 4 മാസം കംപ്ലീറ്റ് ചെയ്യുന്നു. എൻ്റെ പ്രീവിയസ് ഫോട്ടോസ് ഒന്ന് കാണിക്കുക. ആദ്യമായി നോക്കുന്ന വ്യക്തിയാണ് എൻ്റെ പഴയ വീഡിയോസെല്ലാം നോക്കുക. സോ താങ്ക് യു വെരി മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.